അപ്പത്തിൽക്കും പുട്ടിൽക്കും ദോശയിൽക്കും ഒക്കെ പറ്റിയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ ഇത്. അതിന് വേണ്ടിയിട്ട് ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും ഇട്ടിട്ടൊന്ന് മസാല തേച്ച് വയ്ക്കാം. ഇതുപോലെ ചെയ്തിട്ട് ചിക്കൻ കറി വയ്ക്കുമ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് കറി വയ്ക്കുന്ന പോലെ ഇരിക്കും. ഇത് നല്ല രീതിയിൽ മസാല തേച്ച് മാറ്റി വെച്ചതിന് ശേഷം വേണം കറിയിലേക്ക് വേണ്ട ബാക്കി സംഭവങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാൻ. അതൊക്കെ അരിഞ്ഞെടുത്തതിന് ശേഷം കലടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് മൂത്ത് വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. സവാള നന്നായിട്ട് വാടി വന്നതിന് ശേഷം ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ഒരു ഇത്തിരി കൂടുതൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറിക്ക് ഒന്നും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. തക്കാളി നന്നായിട്ട് വാടി വന്നതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുക. മുളക് പൊടി, കുരുമുളക് പൊടി, കറി മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, നല്ല ജീരകത്തിൻ്റെ പൊടി, ഉപ്പ് ഇത്രയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറി വരുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു ഇത്തിരിക്കോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. വെള്ളം ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ചിക്കൻ വേവുന്നതിനനുസരിച്ച് അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി കിട്ടും. ഇതുപോലെ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. ഗ്രേവി കുറവുള്ള പോലെ തോന്നും, പക്ഷെ ചിക്കൻ വേവുന്നതിനനുസരിച്ച് വെള്ളം ഇതുപോലെ നന്നായിട്ട് ഇറങ്ങും. ഇപ്പോൾ ചിക്കൻ ഏകദേശം 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചെറുതായി അരിഞ്ഞിരിക്കുന്ന മല്ലിയില അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ചിക്കൻ മുഴുവനായിട്ടും വെന്തിട്ടുണ്ട്. നെയ്ച്ചോറിൽക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് കൂട്ടാട്ടോ. പത്തിരി, അപ്പം, പുട്ട്, ദോശ ഇങ്ങനത്തേക്കൊക്കെ വയ്ക്കുമ്പോഴാണ് ഇതുപോലെ തേങ്ങ അരച്ചിട്ട് വെക്കുന്നത്. എല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അതിനകത്തൊന്നും ചേർത്തിട്ടില്ല. തേങ്ങയും കുറച്ച് വെള്ളം കൂടെ നന്നായിട്ട് അരച്ചെടുത്തതാണ് ഇപ്പോൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആ മിക്സിയുടെ ജാർ ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഒന്നും കൂടെ ഉപ്പ് നോക്കുക, പോരാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഭയങ്കരമായിട്ടൊന്നും വെട്ടിത്തിളക്കണ്ട. ചെറുതായിട്ട് ഇതുപോലെ തിള വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട്. അപ്പോൾ ഓക്കെ.